ഹലോ വെൽക്കം. ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ച്, അതായത് 14ാമത്തെ സ്റ്റിച്ച് എന്ന് പറയുന്നത് ആരോ സ്റ്റിച്ച് എന്നാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അത് ഏത് ടൈപ്പാണെന്ന്. ആരോ ടൈപ്പിൽ തന്നെയാണ് കേട്ടോ. വീഡിയോയിൽ കാണുന്നത് പോലെ മേലേന്ന് സൂചി കുത്തി നൂല് വലിച്ചെടുക്കുക, എന്നിട്ട് അതിന് നേരെ താഴോട്ട് ഇടാം കേട്ടോ. എന്നിട്ട് നമ്മൾ മുന്നത്തൊരു സ്റ്റിച്ച് ഇതുപോലെ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് 3 ലൈനാണ് കൊടുത്തത്. നമുക്കിതിന് 3 ലൈനിൻ്റെ ആവശ്യമില്ല, 2 മതി. പക്ഷേ സെൻറ്ററിൽ കറക്റ്റായിട്ട് കുത്തി കൊടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് അവിടെ തന്നെ ഇട്ട് ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്നിട്ട് സെക്കൻഡ് സ്റ്റിച്ച് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ എവിടെയാണോ ലോക്ക് ഇട്ട് വെച്ചിരിക്കുന്നത് അതൊന്നൊരു അല്പം മാറ്റി മുകളിലോട്ട് കുത്തി സൂചി എടുക്കുക. എന്നിട്ട് അതിൻ്റെ നേരെ താഴോട്ട് സൂചി എടുക്കുക. വീണ്ടും ആരോ പോലെ തന്നെ സെൻറ്ററിൽ കുറച്ച് ചരിച്ച് സൂചി കുത്തിയെടുക്കുക. എന്നിട്ട് അവിടെ തന്നെ നമ്മൾ ലോക്ക് ഇട്ട് കൊടുക്കുക. ലോക്ക് ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്? ആ സെൻറ്റർ നമ്മുടെ സൂചി ലാസ്റ്റ് എവിടെയാണ് ഇരിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് നൂലിൻ്റെ വെളിയിലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ലോക്ക് ഇട്ട് കൊടുത്താൽ സ്റ്റിച്ച് പെർഫെക്റ്റ് ആകും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ തന്നെ നമുക്കൊന്നും ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് ഇങ്ങനെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് പറയുന്നത്, നമ്മൾ ബീഡ്സ് വർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലിടേണ്ട സൂചി ചെറുതായിരിക്കണം കേട്ടോ. ഇപ്പോൾ രണ്ടും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്ക്. അതായത് നമ്മൾ എംബ്രോയ്ഡറിക്ക് എടുത്ത സൂചിയും അല്ലാതെ നമ്മൾ ത്രെഡ് വർക്കിന് എടുത്ത സൂചിയും അല്ലാണ്ട് ബീഡ്സ് വർക്കിനായിട്ട് എടുക്കുന്ന സൂചിയും തമ്മിലുള്ള വ്യത്യാസം. നല്ല നേരിയ സൂചിയാണെങ്കിൽ മാത്രമേ ബീഡ്സ് ഒക്കെ കയറത്തുള്ളൂ കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഏത് സൂചിയിലായിരുന്നാലും നമുക്ക് എംബ്രോയ്ഡറി ത്രെഡ് കയറ്റാൻ പറ്റും. അതിനായിട്ട് പറയുന്ന ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നൂലിൻ്റെ തുമ്പിൽ നന്നായിട്ട് വെള്ളമില്ലേ, നമ്മുടെ വെള്ളം ഒന്ന് നല്ല രീതിക്ക് ഒന്ന് നനപ്പിച്ച് കൊടുത്തിട്ട് നൂലിനെ ഒന്ന് ഷാർപ്പ് ചെയ്തെടുത്താൽ നന്നായിട്ട് കൂർപ്പിച്ചെടുക്കണം. കൂർപ്പിച്ചെടുക്കുമ്പോഴോ നമ്മൾ മോനോ പോലെ, അതായത് സൂചി പോലെ തന്നെ കൂർപ്പിച്ചെടുക്കരുത്, കുറച്ച് വിരിച്ച് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂചിയിൽ സുഖമായിട്ട് നൂല് കയറും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ സീക്വൻസും വെച്ചൊന്ന് സെറ്റാക്കി തരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഞാൻ ചെയ്ത ഒരു ബീഡ്സാണ്, കുറച്ച് വലിപ്പമുള്ള ഒരു ബീഡ്സാണ്. സെക്കൻഡ് ഞാൻ ചെയ്യുന്നത് സീക്വൻസ് വെച്ചിട്ടാണ്. തേർഡ് ഞാൻ ചെയ്യാൻ വിചാരിച്ച് വെച്ചിരിക്കുന്ന കട്ട് ബീഡ്സിലെയോ കട്ട് ബീഡ്സാണ്. കട്ട് ബീഡ്സും എടുക്കാം, നമുക്ക് ഷുഗർ ബീഡ്സും എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചുരിദാറിൻ്റെ തുമ്പിൽ, സ്ലീവിൻ്റെ തുമ്പിൽ, ഇനിയിപ്പോൾ നെക്കിലായിരുന്നാലും നമുക്ക് അടിപൊളിയായിട്ട് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ അല്ല ഭംഗി, നമ്മൾ ഈ എംബ്രോയ്ഡറി ഒന്ന് ഞാൻ ചരിച്ച് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അതിൻ്റെ യഥാർത്ഥ ഭംഗി എങ്ങനെയാണെന്ന് കാണാൻ പറ്റും കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ട്, ഞാൻ ഇതിൻ്റെ ഫൈനലാകുമ്പോഴത്തേക്കും ഞാൻ ചരിച്ച് വെച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെയാണല്ലോ ചെയ്തു പോകുന്നത്, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിന് ശേഷം ലാസ്റ്റ് എങ്ങനെയാണ് അത് ലോക്ക് ചെയ്യേണ്ടത് എന്നും കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നോർമലി തന്നെ നമ്മൾ സാധാരണ ഇത് ലോക്ക് ഇട്ടാണ് നമ്മൾ ഈ സ്റ്റിച്ച് ഫിനിഷ് ചെയ്യുന്നത്, ഓരോ സ്റ്റിച്ചും. അപ്പോൾ ആ ലാസ്റ്റത്തെ സ്റ്റിച്ച് എവിടെയാണ് നമ്മൾ ഫിനിഷ് ചെയ്തത് അതിൻ്റെ താഴോട്ട് ഒന്ന് ജസ്റ്റ് കുത്തിയെടുത്ത് കെട്ടിട്ടാൽ മതിയാവും കേട്ടോ. പിന്നെ ഞാൻ യൂസ് ആക്കുന്ന എല്ലാ എംബ്രോയ്ഡറി ത്രെഡും 6 ലെയർ വെച്ച് തന്നെയാണ് ഞാൻ യൂസ് ആക്കുന്നത്. 3 ലെയറിൽ വെച്ചിട്ടുള്ള നൂല് നമുക്ക് യൂസ് ആക്കാം. അതായത് 6 ലെയർ ആയിട്ടാണ് നൂല് കിട്ടുന്നത്. നമ്മൾ അത് വന്നിട്ട് എന്ത് ചെയ്യണം, 3 ലെയറായിട്ട് നമ്മൾ പിരിച്ചെടുത്തതിന് ശേഷം ത്രെഡായിട്ട് നമുക്ക് യൂസ് ആക്കാം. അധികം തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ തിക്നെസ്സോട് കൂടി, അതായത് 6 ലെയർ നൂലോട് കൂടി തന്നെ തയ്ക്കുമ്പോഴേ നമുക്ക് നല്ല ഭംഗി കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ ഞാനിതേ ഈ വീഡിയോയിൽ തന്നെ സംഭവം ചരിച്ച് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും സംഭവം കാണാൻ നല്ല രസമുണ്ടായിരിക്കും കേട്ടോ. നമുക്ക് ചുരിദാറിൻ്റെ താഴ്ഭാഗത്ത്, നെക്കിൻ്റെ താഴ്ഭാഗത്ത് അല്ലെങ്കിൽ സ്ലീവിൻ്റെ താഴിൽ കൊടുക്കുമ്പോഴത്തേക്കും തന്നെ അതിൻ്റെ ഭംഗി നന്നായിട്ട് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്റ്റിച്ച് കഴിഞ്ഞു. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ ഓക്കെ, ബൈ.